ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പലരും ഇപ്പം എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്ത് ചോദിക്കൽ തുടങ്ങിയിട്ടുണ്ട്. എന്താണ് വീഡിയോസ് ഇടലൊക്കെ ഇപ്പോൾ വളരെ കുറവാണല്ലോ, എനിക്ക് എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കളർ ഇവിടെ കൊള്ളുന്നില്ല ഗൈസ്, കുത്തി നിറയ്ക്കുകയെന്ന് എന്നെ പറയാം. അപ്പോൾ എന്നിട്ട് ഇതൊക്കെ വേസ്റ്റ് വെക്കിലോട്ട് കണ്ടിട്ട് ഒന്നും ഇതാക്കണ്ട കേട്ടോ. അതൊക്കെ പെയിൻറ് ചെയ്യുമ്പോൾ വരുന്ന ബോക്സുകളും കാര്യങ്ങളൊക്കെ വെക്കുന്നതാണ്. അപ്പോൾ പലരും എനിക്ക് മെസ്സേജ് ചെയ്ത് പേഴ്സണലായിട്ട് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് വീഡിയോസൊക്കെ കുറവ്, ഇപ്പം അങ്ങനെ വീഡിയോ കാണലില്ലല്ലോ, എന്താ പറ്റിയേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേറെ ഒരു കാരണമല്ല, എനിക്കുള്ള കാരണം എന്താണെന്നുള്ളത് ഞാൻ തന്നെ പറഞ്ഞേക്കാമെന്ന് കരുതി. അതുകൊണ്ടാണ് ഓരോരുത്തർക്കായിട്ട് മറുപടി തരിക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ പിന്നെ ഒരു വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്താൽ എല്ലാവരും അങ്ങ് കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം മെയിനായിട്ട് ഇപ്പം എനിക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റാത്തതിന് കാരണക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ കണ്ണനാണ് ഇപ്പം മെയിനായിട്ട് വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് കണ്ണൻ എന്നെ എത്തിച്ചത്. വേറൊന്നുമല്ല, ആവശ്യത്തിലധികം ഓർഡർ എന്ന് വെച്ചാൽ ഒരു മാസം എനിക്ക് ചെയ്ത് തീർക്കാവുന്നതിനേക്കാട്ടിലും അപ്പുറം ഓർഡർ ഞാൻ ഏറ്റെടുത്ത് പോയി. അപ്പോൾ ഇതൊക്കെ കറക്റ്റ് ടൈമിന് കൊടുക്കുക എന്ന് പറയുന്നത് എൻ്റെ ഉത്തരവാദിത്തമാണല്ലോ. എന്നാലല്ലേ നമുക്ക് പിന്നെയും ഓർഡർ കിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിനേക്കാട്ടിലും ഞാൻ മുൻഗണന കൊടുക്കുന്നത് എൻ്റെ ജോബിനാണ്. കാരണം ഇതിനെക്കാട്ടിലും കണ്ണനെ വരച്ചിട്ട് കിട്ടുന്നതിനെക്കാട്ടിലും വരുമാനം എനിക്ക് യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും കൂടിയായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ അത് മുൻഗണന കൊടുക്കാതെ, പണമല്ലല്ലോ നമുക്ക് മുൻഗണന, നമുക്കെപ്പോഴും നമ്മുടെ ജോലിയായിരിക്കണം മുൻഗണന. ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ കിട്ടുന്ന സാധനങ്ങൾ മേടിക്കുമ്പോൾ ഉണ്ടാവുന്നൊരു സുഖം യൂട്യൂബിൽ നിന്നോ ഈ പറഞ്ഞ ഫേസ്ബുക്കിൽ നിന്നോ ഒക്കെ പൈസ കിട്ടുന്ന സമയത്ത് ഉണ്ടാവില്ല. എന്നാലും ഞാൻ അത്യാവശ്യം ഡെയിലി ഒരു വീഡിയോസെങ്കിലും ഇടാൻ ശ്രമിക്കാറുണ്ട്. കാരണം അക്കൗണ്ടിൽ റീച്ച് പോവുക എന്നുള്ളതും കൂടിയും, നമ്മൾ അത്രമേൽ കഷ്ടപ്പെട്ട ഒരു അക്കൗണ്ട് എടുത്ത് ഒക്കെ ആക്കിയിട്ട് പിന്നെ അത് റീച്ചില്ലാതെ ആയാലും നമുക്ക് വിഷയമാണല്ലോ. റീച്ചില്ലാതെ ആവുക എന്ന് പറയുന്നത് നമ്മൾ വീഡിയോസ് ഇടാണ്ട് നിൽക്കുന്ന സമയത്താണ് നമുക്ക് റീച്ചില്ലാതായി പോകുന്നത്. അതുകൊണ്ട് കഴിയുന്നത് ഞാൻ അതിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതിൻ്റെ കൂടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മേടിക്കാൻ പോകാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം കൂടി കൊണ്ടാണ് ഞാൻ ഇപ്പം വീഡിയോസ് കുറഞ്ഞ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ എനിക്ക് ഈ വർക്ക് ചെയ്ത് തീർക്കുക എന്ന് പറയുന്നത് ആണിപ്പം മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നൊരു സംഭവം. അപ്പോൾ അത് വിശ്വാസം നിങ്ങൾക്ക് വരുന്നില്ല വെച്ചാൽ ഇത് ഇവിടെ കണ്ടോ, ഒരേ സമയം 2 ഫോട്ടോൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അങ്ങനെയൊക്കെ ചെയ്താലേ അത് തീരുന്നുള്ളൂ. ഇത് മാത്രമല്ല കേട്ടോ, ഒന്നും കൂടി ഉണ്ട്. അത് വരച്ച് തുടങ്ങിയിട്ടില്ല. 3 എണ്ണം എനിക്ക് തിങ്കളാഴ്ച നിന്ന് കൊറിയർ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ, നിങ്ങൾക്ക് ചിലപ്പോൾ എൻ്റെ മുഖത്തൊക്കെ നോക്കിയാൽ ക്ഷീണം കാണും. അത്രമേൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ. പിന്നെ ഞാൻ ഈ വരച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ ഉണ്ടല്ലോ, ഞാൻ ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് പ്രാവശ്യം ചെയ്ത കളർ കോമ്പിനേഷനാണ്. റിപ്പീറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന കളർ കോമ്പിനേഷനാണ്. ഈ ഒരു കളർ കോമ്പിനേഷന് എനിക്ക് ഒരുപാട് ആൾക്കാർ ഓർഡർ തരുന്നൊരു കളർ കോമ്പിനേഷനും കൂടി കേട്ടോ. ഈ ഒരു ഇതിലാണ് ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി സുരേഷ് ഗോപി, പിന്നെ ആർക്കൊക്കെ ആയിരുന്നു, മനോജ് കെ ജയന്, ദിലീപ്, ജയറാം, ഇവർക്കൊക്കെ ഈ ഒരു കളർ കോമ്പിനേഷനിലാട്ടോ കൊടുത്തത്. ഞാൻ എന്താ അങ്ങോട്ട് നോക്കി ചോദിച്ചതെന്ന് ചോദിച്ചാൽ, പറഞ്ഞതെന്ന് വെച്ചാൽ അവിടെ ഒക്കെ ഫോട്ടോസ് ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വീഡിയോയിൽ വരാതിരിക്കാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ വർക്ക് ഉണ്ടോ, വർക്ക് ചെയ്ത് തീർത്തിട്ട്
പിന്നെ എനിക്ക് സമയം കിട്ടില്ല. കൈയൊക്കെ ഇങ്ങനെ മടക്കാനും നൂർത്താനും ഒക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടേ. ഇതിനു മുമ്പ് കൈക്ക് ചെറിയൊരു വിഷയം വന്നത് ഓർമ്മയുണ്ടോ? അതിനൊക്കെ പെയിൻ തുടങ്ങിയിരിക്കുക. അപ്പോൾ കാണിച്ച സമയത്ത് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നോട് കുറച്ച് കാലം റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ റെസ്റ്റ് എടുക്കാനായിട്ട് എനിക്ക് മനസ്സ് വരികയില്ല. ഇപ്പോഴത്തെ വർക്ക് ഒരുപാടുള്ളത് കൊണ്ട് നമ്മൾ റെസ്റ്റ് എടുത്താൽ നമ്മുടെ വർക്കിനെ ബാധിക്കില്ല അത്. എന്നാലോ വീഡിയോ ഇടാതിരുന്നാൽ നമ്മുടെ ചാനലിനെയും അത് ബാധിക്കും. എല്ലാം കൂടി ചാനലും മുമ്പോട്ട് കൊണ്ടുപോകണം, പിന്നെ ഈ പറഞ്ഞതുപോലെ വരയും മുന്നോട്ട് കൊണ്ടുപോകണം, അതിൻ്റെ കൂടെ വീട്ടിലത്തെ കാര്യങ്ങളും നോക്കണം, പിള്ളേരുടെ കാര്യങ്ങളും നോക്കണം. അങ്ങനെ എല്ലാം കൂടി നോക്കി എനിക്ക് ഇപ്പം നോക്കാൻ സമയമില്ലാതായി. അങ്ങനത്തെ ഒരു സമയത്തിലാണ് ഇപ്പം ഞാൻ കടന്നു പോകുന്നത്. പക്ഷേ എനിക്കിതിൽ ഒരു പരാതിയും പരിഭവമൊന്നുമില്ല കേട്ടോ. കണ്ണനെ വരയ്ക്കാനുള്ളതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം ഒരുപക്ഷെ ആർക്കും കിട്ടാത്ത, ഒരു ചിത്രകാരനും കിട്ടാത്ത അത്ര ഓർഡർ എനിക്ക് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും, ഞാൻ വരച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ എനിക്ക് എന്നെ സംബന്ധിച്ച് പ്രൗഡാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഫോക്കസ് ചെയ്യാണ്. എനിക്ക് ഇതാണ് മെയിൻ ഹോബി, അല്ലെ ഞാൻ മെയിനായിട്ട് കൊടുക്കുന്ന കാര്യം എന്ന് പറയുന്നത് വരയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഗൈസ് ഈ പറഞ്ഞതുപോലെ വീഡിയോസ് കുറഞ്ഞത്, വീഡിയോസിൻ്റെ എണ്ണം കുറഞ്ഞതൊക്കെ അതുകൊണ്ടാണ്, അല്ലാതെ വേറൊരു കാര്യം ഉണ്ടായിട്ടൊന്നുമില്ല. അപ്പോൾ എനിക്കിത് തീർത്തിട്ട് അതും തീർത്തിട്ട് അടുത്തതൊന്നും കൂടി ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? തിങ്കളാഴ്ച എന്നാൽ 3 കയറി പോകേണ്ടത്. മാസത്തെ ലാസ്റ്റ് 3 ഫോട്ടോസാണ്. അത് കഴിഞ്ഞിട്ട് വേണം അടുത്ത മാസത്തിൻ്റെ തുടങ്ങാൻ. അപ്പോൾ ഒരു 10 എണ്ണത്തിൻ്റെ ഓർഡറൊക്കെ ഞാൻ മാസം എടുക്കലില്ല. ഇപ്പോൾ 10 ഒന്നും അല്ല എടുക്കുന്നത്. കാരണം ജീവിച്ചു പോകണ്ടേ, ചിലവുകൾ ഒരുപാടല്ലേ. ഒരു കുടുംബം കഴിഞ്ഞ് പോകണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടാണ് എന്നുള്ളത് ഞാൻ കുടുംബം നോക്കുന്ന ആൾക്കാരോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു മാസത്തെ ലാസ്റ്റത്തെ 3 ഫോട്ടോസാണ്. എനിക്ക് നാളെ ഒരു ദിവസം കൊണ്ട് ഇതിന്ന് ഞാൻ ഫിനിഷ് ചെയ്തിട്ടേ ഞാൻ ഉറങ്ങുള്ളൂ. അത് നാളത്തേക്ക് പെയിൻറ്റ് ചെയ്യാൻ തക്കത്ത രീതിയിലാക്കിയും വെക്കും. അടുത്തത് ഞാൻ വരച്ചും വെക്കും. അപ്പോൾ ശനിയും ഞായറും കൂടി ആയതുകൊണ്ട് തിങ്കളാഴ്ച തന്നെ ഞാൻ കൊറിയർ ചെയ്യുള്ളൂ എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ തിങ്കളാഴ്ച ആകുമ്പോഴേക്കും 3 എണ്ണം ഞാൻ റെഡി ആക്കണം. അപ്പോൾ തിങ്കളാഴ്ച തന്നെ നിങ്ങൾക്ക് 3 കളർ കോമ്പിനേഷൻ്റെ വീഡിയോസ് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. 3 എണ്ണം എനിക്ക് ആവുമെന്ന് വിചാരിക്കുക. ആയിട്ടില്ലാച്ചാൽ 2 എണ്ണത്തിൻ്റെത് കേട്ടോ. 2 എണ്ണത്തിൻ്റെ എന്തായാലും കാണാം. 3 എണ്ണത്തിൻ്റെത് കാണാൻ വഴിയില്ലെങ്കിലും. അപ്പം അങ്ങനെയാണ്. ഇതൊക്കെ കൊണ്ടാണ് ഗൈസ് ഞാൻ വീഡിയോസ് ഇടാത്തത് എന്നുള്ളൊരു വിവരം ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരോടും ബൈ പറയാണ്. ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നിന്നാൽ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ വീഡിയോയിൽ എത്രമാത്രം എനിക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ വീഡിയോ മെല്ലെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം.